ഇപ്പൊ എഴുതിയത് വെസൽ ക്ലീനിങ് മൊത്തം ഒരു നേരത്തെ ഹോട്ട് വാട്ടറിൽ കഴുകി ജിൻഡോ വെക്കണം. എന്തിനാണ്? നേരത്തെ ഹൈജീൻ ഇല്ലാത്തതിന്റെ പ്രശ്നത്തിൽ എടുത്ത ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 25. അപ്പൊ ബിഗ് ബോസിലെ ഇന്നത്തെ കഥയും ചന്ത തന്നെ. ഇന്നലത്തെ ദിവസം ജാസ്മിനൊക്കെ കുറച്ച് ഒതുങ്ങിയിരുന്നു. ഇന്ന് ജാസ്മിന് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ശരിക്ക് ചന്ത പോലെ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ചന്ത പോലെയാണ്. ഇന്ന് ചന്തൻ്റെ മേലെയാണ്. ധാരാവി സ്ട്രീറ്റ് പോലെ ധാരാവി സ്ട്രീറ്റ് പോലെ ഇത്തിരി വൃത്തികെട്ട. അയ്യോ, ആദ്യം തന്നെ ബെല്ലടിച്ച് പവർ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു ബെല്ലടിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ ജിൻഡോനെ ആയിരുന്നല്ലോ ഇന്നലെ എല്ലാവരും പ്രശ്നം. കോൺട്രവേഴ്സി മുഴുവൻ ഇന്നലെ ജിൻഡോനായിട്ടായിരുന്നു. പക്ഷേ ഇന്ന് ജിൻഡോ അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജിൻഡോ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ജിൻഡോ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ശരിക്ക് ജാസ്മിൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? ഓളെ വസ്ത്രം, അതായത് ഇന്നർ ഡ്രസ്സുകളുണ്ടല്ലോ, ഷെഡി ബോഡി, ഇതൊക്കെ അവൾ ഒരു കവറിൽ ഇതാക്കി ഒരു എന്താ പറയുക, ഓള് എല്ലാവരും ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നൊക്കെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ അവളെ ടർക്കി ഇട്ട് വെച്ചേക്കണ്. അപ്പോൾ ഇത് നമ്മൾ ജിൻഡോ അതിനെ പ്രതികരിച്ചു. അപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ അറ്റാക്ക് ചെയ്യോ. ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ഉഫ്. ഡ്രസ്സിംഗ് റൂമിന്റെ അകത്ത് മൈക്ക് ധരിച്ചാലും ഇല്ലെങ്കിലും ഡ്രസ്സിംഗ് റൂമിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് അതാണ് ഇവിടെ കാണിച്ചത്. അതിന്റെ മുൻപോ പിൻപോ കാണിച്ചിട്ടില്ല. ഇയാൾ അന്ന് അത് അവിടുന്ന് കാണിച്ചപ്പോ ഇയാൾ ഇവിടുന്ന് അടിച്ച ഡയലോഗാണ്, ഞാൻ അറിഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഇയാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് വേറെ പലരും പറഞ്ഞതാണ് അത് ഇയാൾക്ക് കൊടുത്ത വാക്കിന്റെ പുറത്ത് മാത്രം ഇയാള് പറഞ്ഞ ആൾക്കാരുടെ പേര് അല്ലല്ല അറിയണം. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കാര്യം പറ. അന്ന് ഇയാള് പറഞ്ഞ ഡയലോഗ് അന്ന് ഞാൻ കേട്ട ഞാൻ കുറച്ച് അന്ന് അയാള് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞാണ്. ഡ്രസ്സിംഗ് റൂമിൽ കയറി അവള് ഡ്രസ്സ് മാറാൻ നേരത്തെ അവൻ പുറത്തിരുന്ന് കണ്ടതിനപ്പുറം ഒന്നും പേരില്ലല്ലോ. പേരൊന്നും എന്ന് ഇയാള് പറഞ്ഞു. പക്ഷെ ഇയാള് അത് എന്റെ അടുത്ത് മാറ്റി പറഞ്ഞത് നോറയും ശരണ്യം പറഞ്ഞു എന്നാണ്. ദേവൻ തമ്പുരാനെ ഞാനിത് അറിഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുമ്പോ അവിടെ കേട്ട് നിൽക്കണം.
ഒരാൾ സംസാരിക്കുമ്പോൾ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനിത് ശരണ്യ ചന്തയിലെ സ്ത്രീകൾ ഇത്ര ഉണ്ടാവില്ല, മറ്റേ തെരുവിലൊക്കെ ഉണ്ടാവില്ല. തെരുവിൽ നമ്മൾ പൊതുവെ എന്താ പറയുക, അതിന് ഒരു പ്രത്യേക തരം സ്ത്രീകളുണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിൽ ഈ ചന്തയിലുള്ള സ്ത്രീകളെ പോലെ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ സംശയിച്ചു പോയി. ഇവളൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വിഷയം ഇങ്ങോട്ട് തട്ടിക്കയറുക. എന്തോ സംഭവം ജിൻഡോൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാം, പക്ഷേ ഇന്ന് ജിൻഡോൻ്റെ കൂടെ, കാരണം ജിൻഡോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ജിൻഡോ ഇതായി ഒക്കെ ഓക്കെ, പക്ഷേ ജിൻഡോ പറയുന്നതിൽ കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുവച്ചെന്നാൽ എന്താ അവസ്ഥ? ഭക്ഷണം കഴിക്കുക, ഇപ്പോൾ നമ്മൾ ഈ പവർ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് എല്ലാവരും പാടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവളെ ഇന്നർവേഴ്സും ഇതൊക്കെ കണ്ടത് സ്മെല്ലടിക്കും. ഒന്ന്, രണ്ടാമത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹൈജീനിക്. ഇവള് 2 ദിവസം കൂടുമ്പോഴേ കുളിക്കുള്ളൂ, അത് വേറെ കഥ. എന്നിട്ടോ കഴിഞ്ഞില്ല, പിന്നെ ഓള് ചൊറിച്ചിൽ തന്നെ. ഭക്ഷണം കുക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ജിൻഡോ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ വീണ്ടും അപ്പോൾ ഉള്ള വിഷയം എന്താ അറിയോ? അപ്പോൾ ഉള്ള വിഷയം ഓളോട് പിന്നെ പറഞ്ഞു, എൻ്റെ തുണി ഉരിഞ്ഞ് വെക്കുന്നല്ലല്ലോ ഈ ചെയ്തിട്ടുള്ളത്, ഞാൻ എൻ്റെ തുണി മാടി നോക്കിയിട്ടില്ല, എൻ്റെ ടർക്കിയല്ല ഇതാക്കി. പക്ഷേ ആ ക്ലിപ്പ് ഒന്ന് കാണിങ്ങൾ. എന്തൊരു വൃത്തികെട്ട പെണ്ണ് റബ്ബേ. ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസിനെ വേണം തല്ലാൻ സത്യം പറഞ്ഞാൽ. അവിടെ കൊണ്ടു വെച്ച് നിന്റെ ഔട്ട് പോകുമ്പോഴാണ് നിന്റെ തുണി പൊക്കി വെക്കാൻ നീ പറയണത്. നിന്റെ ഇന്നവേഴ്സ് പൊക്കി വെക്കുന്നത് ആവശ്യമില്ലാത്ത ഡയലോഗുകൾ നീ അടിക്കണ്ട. ആവശ്യമില്ലാത്ത ഡയലോഗുകൾ നീ അടിക്കണ്ട. നീ കാര്യമില്ല. ആവശ്യമില്ലാത്ത ഡയലോഗുകൾ നീ അടിക്കല്ല. ആവശ്യമില്ലാത്ത ഡയലോഗുകൾ നീ അടിക്കണ്ട. എന്നോട് പറഞ്ഞ വാക്കുകൾ നീ അധികം. നീ എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞപ്പോ ഔട്ട് വയ്ക്കണം? എന്താ നിന്റെ തുണി പൊക്കി വെക്കുന്നത്? നീ പറഞ്ഞോന്നല്ലേ എന്റെ ഇന്നവേഴ്സ് പൊക്കി വെക്കുന്നത്? നീ പറഞ്ഞില്ലേ എന്റെ ഇന്നവേഴ്സ് ഞാൻ പൊക്കി വെക്കുക? നിന്റെ ഇന്നവേഴ്സ് ഇവിടെ കൊണ്ടു വെച്ചാണ് സാധനമാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും എടുത്ത് മാറ്റാൻ. എന്നിട്ട് നിന്റെ ഇന്നവേഴ്സ് എടുത്ത് ഞാൻ പൊക്കി കാണിച്ചില്ല. അത് കഴിഞ്ഞ് നീ ഒരു മണിക്കൂർ കഴിഞ്ഞ ഇവിടെ മീറ്റിംഗ് വിളിച്ചാണ്. അത്രയും നേരം ഗബ്രി നീ ഇവിടെ നിന്ന് സംസാരിക്കാറുന്നു. ആ കഴിഞ്ഞ നീ ഇവിടെ സംസാരിക്കാറുന്നു. ആ സമയത്താണ് എന്റെ കണ്ടില്ല എന്റെ മുഖം മാത്രം പറഞ്ഞത്. ഇയാള് രാവിലെ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എന്നെ തന്നെ ആലോചിക്കുക. എനിക്ക് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് സത്യം പറഞ്ഞത്. ആ സമയത്താണ് നീ ഹാളിൽ നീ മറ്റേ മോഹൻലാലിനോട് ഡയറക്റ്റ് പറഞ്ഞാളോ ഈ 2 ദിവസം കൂടുമ്പോ കുളിക്കണമെന്നുള്ളത്. മോഹൻലാൽ സാർ ലാലേട്ടെന്ന് വിളിക്കാറ്. ലാലോട് നീ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് കൂടി കുളിക്കുന്ന ആളെന്ന്. ആ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നീ അവിടെ വെച്ചേക്കാണ്. ഞങ്ങൾ ഇരിക്കുന്ന സീറ്റാണ് നിന്റെ ഞാൻ പറഞ്ഞത്. അവൾ അവിടെ ഡ്രസ് കൊണ്ടുവച്ചു. ഇയാളെന്തിനകത്ത് തോണ്ടി വെളിയിലെടുത്ത് നോക്കണേ? ഓ എന്തൊരു കഷ്ടമാണോ ഈ പെണ്ണിൻ്റെ കാര്യം റബ്ബേ. എന്താണ് ഈ വൃത്തികെട്ട. യോ എനിക്ക് വയ്യോ ഒച്ചിട്ടിട്ട് എൻ്റെ ചന്ത മാതിരി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അതിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ നോറനെ ഇവളെ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് നോറിൻ ഇവളും പറഞ്ഞല്ല, ശരണ്യ നോറിൻ എന്നെയാണ് ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനിത് ശരണ്യേച്ചിയോടോ നോറോട് പിന്നെ ചോദിക്കാൻ പോകാറില്ല. നോറയോടോ അയാൾ പറയുന്നത്
പറഞ്ഞേ. അപ്പോൾ ഓര് പറയുന്നുണ്ട് ഓല് ഇത് അറിഞ്ഞിട്ടും കൂടെ അല്ലേ ഓലെ സപ്പോർട്ട് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഗിബ്രി ഉണ്ടല്ലോ, ഗിബ്രി ഇവിടെ മൂഡ് താങ്ങിയിട്ടുണ്ടല്ലോ. ജാസ്മിന് എന്ത് തെറ്റ് ചെയ്താലും ഗിബ്രി സപ്പോർട്ട്, വളരെ മോശം പരിപാടിയാണ്. അതേപോലെ തന്നെ പിന്നെ ഇവരും അങ്ങനെ തന്നെ. ഇന്ന് അർജുനൊക്കെ അവരെ ഭാഗമായിരുന്നു കേട്ടോ. ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തോ അറിയില്ല. പിന്നെ ഋഷിൻ്റെ കാര്യം എന്താ ചോദിച്ചാൽ ഋഷി ഇന്ന് ഇപ്പം ആരെ ഒരു സൈഡും അല്ലാത്ത ലെവലിലാണ് നിൽക്കുന്നുണ്ട്. ഋഷിക്ക് പറഞ്ഞാൽ ഋഷിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് ഋഷിൻ്റെ കാര്യം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയായിരുന്നു. പിന്നെ ഒരു വിധത്തിലും ഇവിടെ പിടിച്ചു വെക്കാൻ വയ്യ കേട്ടോ. ഒന്ന് ക്ലിക്ക് നുണ പറയേണ്ട ഒരാവശ്യം എനിക്കില്ല. കാരണം ഇത് എന്നെ പറ്റിയാണ് മോശം പറയുന്നത്, എന്നെ പറ്റിയാണ് പറയുന്നത്. അത് ശരണ്യയുടെയോ നോറയോടോ പേര് പറഞ്ഞ് നുണ പറയേണ്ട ആവശ്യം ജാസ്മിൻ ജാഫറിന് ഇല്ല. അപ്പൊ ഇയാൾ എന്താ വിചാരിക്കുന്നേ? എന്റെ ഇന്നേഴ്സ് എടുത്തു വെച്ചാൽ പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യില്ലെന്നോ? എനിക്ക് താൻ ഇന്നറിന് പറയുന്നോണ്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ട്, താൻ കണ്ടോ ഞാൻ ഉപയോഗിച്ചിട്ടാണല്ലോ. താൻ പറയുന്ന ഓരോന്നും കേൾക്കുന്നതിന്റെ അർത്ഥം എനിക്ക് ഇല്ലാഞ്ഞിട്ട് മിണ്ടായിരിക്കുന്നല്ല. ഞാൻ പറയട്ടെ, നീ സഹിച്ച് മിണ്ടായിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് നീ വരനോട് ചോദിച്ചു, ഇപ്പോഴും പാരി കൊടുത്തിട്ട് ഞാൻ എല്ലാരും ഇവിടെ ഇത്ര പേരല്ലേ ഉള്ളൂ, എല്ലായിടത്തും മിണ്ടണം, എന്തിനാണ് വെറുപ്പം മനസ്സിൽ വെക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടായിരിക്കുന്നത് എന്നും പറഞ്ഞ് എന്ത് പറയാന്ന് ഒരു തെണ്ടികളും വിചാരിക്കണ്ട. തിരിച്ച് ഞാൻ വല്ലൊക്കെ വിളിച്ച് പറഞ്ഞ ഇവിടെ വല്ല കോച്ച് കളിച്ച് നിൽക്കുന്നതൊക്കെ അടങ്ങി ഉണ്ടാക്കി പിരി വിട്ടിരിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. അതേ മോഡൽ തന്നെ ഞാൻ പറയൂട്ടാ. ഒരു പെണ്ണും ഇവിടെ വിചാരിക്കണ്ട, മനസ്സിലായ? ആരും എന്നോട് പറയണ്ട, മനസ്സിലായ? ഇപ്പൊ പറഞ്ഞ അതേ വീടെന്ന് തിരിച്ചു പറയണത്, മനസ്സിലായ? അതേ വീട് പറഞ്ഞ അതേ വീട് ഞാൻ തിരിച്ചു പറയണത്. ഇതിനോട് പണിഷ്മെന്റ് അവള് ഇപ്പൊ എഴുതിയത് വെസൽ ക്ലീനിങ് മൊത്തം ഒരു നേരത്തെ ഹോട്ട് വാട്ടറിൽ കഴുകി ജിൻഡോ വെക്കണം. എന്തിനാണ്? സത്യം പറഞ്ഞാൽ ചടച്ചു പോയി. ഇന്നലെ ഞാൻ പറഞ്ഞു ചന്തയിൽ മറ്റേ ഇവര് കുടുംബശ്രീ അറിയത് അതും വിട്ടുപോയിക്കണത്. അതിനിടയ്ക്ക് ഇന്ന് രശ്മി കണ്ടക്കണ് ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, ജാസ്മിനെ കെട്ടിപ്പിടിക്കലും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഭയങ്കര സംഭവം. എനിക്ക് തോന്നുന്നു ജാസ്മിനെ അവളെ നോമിനേറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ഇൻറ്റേർണലി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. ഇന്ന് നോറയും പിന്നെ ഹൻസിബിയും ഇവരൊക്കെ ഇന്ന് സെപ്പറേറ്റ് ആണ്. ഇവർ ഇന്ന് വേറൊരു ടീം. അന്ന് അർജു അതേപോലെ പിന്നെ നോറ ഇവരൊക്കെ ഒരു ടീമായിട്ടാണ്. പിന്നെ അതേപോലെ ഇന്ന് നമ്മളെ ജാൻമണി ഇന്ന് വല്ലാതെ അങ്ങോട്ട് സജീവല്ല കേട്ടോ. അയ്യോ ഇന്നലെയൊക്കെ ജാൻമണി ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ന് ജാൻമണി ഒരു ഒതുങ്ങിയിട്ടുണ്ട്. ജാൻമണി ഇന്ന് എന്താ അറിയില്ല, ജാൻമണി ഇന്ന് വല്ലാതെ ഇതില്ല, ഫ്രെയിമിൽ ഇന്ന് വല്ലാതെ ജാൻമണി ഇല്ല. കാരണം ജാൻമണി ഇന്ന് അത്ര ഒരു എന്താ പറയുക, ഇന്നലെ മിനിഞ്ഞാന്നത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ജാൻമണി ഇന്ന് ടോട്ടലി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതേപോലെ ഋഷിയും ചില സമയങ്ങളിൽ പിന്നെ ഒരു ഋഷി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു വിധത്തിലാണ് നിൽക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യും, ഇടയ്ക്ക് ജിൻഡോനെ അനുകൂലിക്കും, അങ്ങനെയൊക്കെയാണ് ഋഷി പോകുന്നത് കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ ഓലൊരു ഗെയിം കളി ഉണ്ടായിരുന്നു, അതൊരു മൊബൈൽ ചാർജിങ് കുത്തല്. ഇന്ന് പിന്നെ അതേപോലെ ഷീക്ക് എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ വീണല്ലോ നമ്മളാ എന്താ അലക്കിൻ്റെ ഇതിൻ്റെ ഇടയിൽ, ആ മത്സരത്തിൻ്റെ ഇടയിൽ വീണതുകൊണ്ട് ഇന്ന് ഷീക്ക് വല്ലാതെ ഓടാൻ പറ്റിയില്ല. അതേപോലെ പിന്നെ അപ്സരയൊക്കെ ഔട്ടായി ആ കളിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽസ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽസ്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇന്ന് ജിൻഡോ കുറേയൊക്കെ എല്ലാവർക്കും എങ്ങനെ തോന്നി അറിയില്ല, ജിൻഡോ ഇന്ന് കുറേയൊക്കെ ഒരു ഒതുക്കണ്ടായിരുന്നു ജിൻഡോൻ്റെ കാര്യങ്ങളിലും. ജിൻഡോ പൊതുവെ ഒരു ഒതുങ്ങിയിട്ടാണ് ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം ജിൻഡോ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഈ അർജുനാണെങ്കിലും ഇന്നലെയൊക്കെ കുറച്ചെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. അർജുനൊക്കെ ഇന്നൊരു വേറെ ഒരു രണ്ടാന്തര കളിയാണ് കളിക്കുന്നത്.
അപ്സരയൊക്കെ ഇന്ന് പിന്നെ ജിൻഡോക്ക് ഓപ്പോസിറ്റ് ആട്ടോ, ഭയങ്കര. ഇന്നലെ കുറച്ചെങ്കിലുമൊക്കെ ഇരുന്നുണ്ട്, പക്ഷേ ഇന്നലെ പറഞ്ഞാൽ ഇന്നലെ ടോട്ടലി ജിൻഡോ അഗെയിൻസ്റ്റ് ആണെങ്കിലും, പക്ഷേ ഇന്ന് അപ്സര അതേപോലെ ജാൻമണിയൊന്നും ഫ്രെയിമിൽ തന്നെ തീരെ ഇല്ല. ഇന്നത്തെ ദിവസത്തെ കളി ഇങ്ങനെയാണ്, മൊത്തത്തിലൊരു പുക ഒട്ട് മൂടിയ ഒരു അവസ്ഥയാണ്.